മംഗല്യസൂത്രം. രചനാ സംഭാഷണം രുദ്രപ്രിയ. ഭാഗം 20. ടീച്ചർ റൂമിൽ പോയി ഫ്രഷായി വേഷം മാറി താഴേക്ക് വന്നു. അപ്പോഴേക്കും സുഭദ്ര അടുക്കളയിൽ കയറി എല്ലാവർക്കും വേണ്ട ചായ ഉണ്ടാക്കി. വരദ ഒരു ബോക്സ് തുറന്ന് അതിൽ നിന്നും കുറച്ച് കായ വറുത്തത് പുറത്തേക്ക് എടുത്തു. അതൊരു പ്ലേറ്റിലിട്ട് സുഭദ്രയുടെ പിന്നാലെ ചെന്നു. നിന്റെ വിശേഷങ്ങളൊക്കെ പറ. എല്ലാവരും സുഖമായിരിക്കുന്നോ? കല വരാത്തത് മോള് പ്രസവിച്ചത് കൊണ്ടാണല്ലേ? ആൺകുട്ടിയാണ്. എന്നിട്ടൊരു വാക്ക് നീ വിളിച്ച് പറഞ്ഞില്ലല്ലോ പ്രഭേ. ഞാൻ എന്തായാലും ഇവിടേക്ക് വരുന്നതല്ലേ, അപ്പോൾ പിന്നെ നേരിട്ട് പറയാമെന്ന് കരുതി. പ്രഭയും ചേട്ടൻ്റെ സ്കൂളിലാണല്ലേ? എന്നാൽ ഈ വയസ്സുകാലത്ത് ഏട്ടൻ ഈ അക്രമം ചെയ്യുമെന്ന് ഞങ്ങൾ ആരും കരുതിയില്ല. ചായ കുടിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ പ്രഭാകരൻ പറഞ്ഞ വാക്ക് കേട്ട് എല്ലാവരും ഒരുപോലെ ഞെട്ടി. നീ എന്ത് വർത്തമാനമാ പ്രഭയെ പറയുന്നത്? അത്രയ്ക്ക് വയസ്സൊന്നും ആയിട്ടില്ല എൻ്റെ ബാലന്. അവൻ എന്നും ഇങ്ങനെ കഴിഞ്ഞാൽ മതിയോ? അവന് ഒരു കൂട്ട് വേണ്ടേ? എൻ്റെ പെങ്ങളെ, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. നീ എങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞതായാലും ഇനി മേലാൽ ഇങ്ങനെയൊരു വർത്തമാനം പറയരുത്. അല്ല, വർഷയും വിനയോനും ഒന്നും ഇങ്ങോട്ട് വരക്കമേ ഇല്ലേ? അവരിവിടെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വരികയും പിന്നെ ബാലൻ അങ്ങോട്ട് പോവുകയും ഒക്കെ ചെയ്യും. എന്നാൽ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ ബാല? നീ വരുന്നില്ലേ പ്രഭേ? സുഭദ്ര ചോദിക്കുമ്പോൾ ഞാൻ 2 ദിവസം ഇവരുടെ കൂടെ ഇവിടെ നിന്നിട്ട് വരാം പെങ്ങളെ. പ്രഭാകരനെ അവിടെ നിർത്തുന്നതിൽ സുഭദ്രയ്ക്ക് ഒട്ടും താല്പര്യമില്ലായിരുന്നു. എങ്കിൽ പോലും അവരതിന് മറുപടിയൊന്നും പറഞ്ഞില്ല. ആദിയും യമുനയും സുഭദ്രയും യാത്ര പറഞ്ഞിറങ്ങി. നീ എന്തായാലും വന്നതല്ലേ ഉള്ളൂ, ഫ്രഷായി വാ. ടീച്ചർ അടുക്കളയിൽ പോയതിൻ്റെ പിന്നാലെ മാഷും പോയി. രാത്രിയിൽ ഇനി പ്രത്യേകിച്ച് എന്തെങ്കിലും ഉണ്ടാക്കണമോ? അനിയൻ്റെ ഇഷ്ടം എന്താണെന്ന് മാഷ് ചോദിച്ചു പറഞ്ഞാൽ ചെയ്യാം. താൻ അങ്ങനെ പ്രത്യേകിച്ച് ഉണ്ടാക്കാനൊന്നും നിൽക്കേണ്ട. ഇവിടെയുള്ളത് എന്താണോ അത് കഴിക്കുന്നെങ്കിൽ കഴിക്കട്ടെ. രാവിലത്തെ ചോറും കൂട്ടാനും ഒക്കെ അതുപോലെ ഇരിപ്പുണ്ടായിരുന്നു. എല്ലാം ചൂടാക്കി എടുത്തു. അപ്പോഴേക്കും പ്രഭാകരൻ ഫ്രഷായി വന്നു. മാഷും പ്രഭാകരനും കഴിക്കാനിരുന്നു. 2 പേർക്കും വിളമ്പി കൊടുത്തുകൊണ്ട് വരതയും. ടീച്ചറും കൂടി ഇരിക്ക്, നമുക്ക് 3 പേർക്കും കൂടി കഴിക്കാം. മാഷ് പറഞ്ഞിട്ടും ടീച്ചർ മടിച്ചു നിന്നു. മാഷ് ടീച്ചറിൻ്റെ കയ്യിൽ പിടിച്ച് അടുത്തേക്ക് ഇരുത്തി. ഇതെല്ലാം പ്രഭ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. വിവാഹം കഴിഞ്ഞ് നിങ്ങൾ ഇത്ര പെട്ടെന്ന് സെറ്റായോ? സാധാരണ കുറച്ച് ഏജ്ഡായിട്ടുള്ളവർ പെട്ടെന്ന് എടുക്കാൻ പാടാണ്. പക്ഷേ നിങ്ങളുടെ കാര്യത്തിൽ നേരെ തിരിച്ചും. അത് കേട്ടപ്പോൾ മാഷിന് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. നിങ്ങൾക്ക് ഇതുപോലെ എത്ര പേരുടെ കാര്യം അറിയാം? ആവശ്യമില്ലാതെ വീമ്പ് പറച്ചിൽ നിനക്ക് ഇതുവരെ മാറിയില്ലേ പ്രഭേ? കഴിച്ചിട്ട് പോയി കിടക്കാൻ നോക്ക്, യാത്രാക്ഷീണം കാണും. ബാലൻ അല്പം ദേഷ്യത്തിൽ തന്നെ പറയുമ്പോൾ പ്രഭ പിന്നെയൊന്നും പറഞ്ഞില്ല. കഴിപ്പ് മതിയാക്കി എഴുന്നേറ്റ് പോയി. അവൻ പറയുന്നത് കേട്ട് ടീച്ചർ കാര്യമാക്കേണ്ട. പണ്ടേ അവനിങ്ങനെയാ, എവിടെ എന്ത് പറയണമെന്നറിയില്ല. മാഷും ടീച്ചറും കൂടി അടുക്കള വൃത്തിയാക്കി. രാവിലെ കറിക്കുള്ള പയറരിഞ്ഞു വെച്ചു. അപ്പോൾ മാഷ് തേങ്ങ ചുരുണ്ടി കത്തിരിക്ക വിഴിക്കിന് കഷ്ണങ്ങളുമാക്കി. പുട്ടിനുള്ള പയറും വെള്ളത്തിലിട്ട് വെച്ചു. ഈ തട്ടലും മുട്ടലും ബഹളവും ഒക്കെ ശ്രദ്ധിച്ചു പ്രഭ. എന്നാൽ ഈ ഏട്ടൻ ഈ വയസ്സുകാലത്ത് ഇതിൻ്റെ വലിയ കാര്യം ഉണ്ടായിരുന്നോ? അവരെയാണെങ്കിൽ കണ്ടാൽ 40 വയസ്സ് പോലും പറയത്തില്ല. 2 പേരുടെയും പെരുമാറ്റമൊക്കെ കണ്ടാൽ നേരത്തെ അറിയാവുന്ന ആൾക്കാരെ പോലെയാണ്. എന്തായാലും ഉടനെ ഒന്നും തിരികെ പോകണ്ട. കല ഏതെന്തായാലും ബാംഗ്ലൂരു മോളുടെ ഒപ്പം തന്നെയാണല്ലോ. അവൾ വരാൻ വൈകും. അതുവരെ എന്തായാലും ഇവിടെ തന്നെ നിൽക്കാം. എന്തുകൊണ്ടും ടീച്ചറെ കാണുക എന്നത് കണ്ണിന് കുളിർമ തന്നെയാണ്. ഉടയാത്ത ശരീരപ്രകൃതിയും അവരുടെ കണ്ണും മൂക്കും ചുണ്ടും എല്ലാം ആരെയും ആകർഷിക്കുന്നതാണ്. പണ്ട് കോളേജിൽ പഠിക്കുന്നത് മുതലേ സുന്ദരികളായ പെൺകുട്ടികൾ തൻ്റെ വീക്ക്നെസ് ആയിരുന്നു. താൻ പ്രേമിക്കാത്ത ഒരൊറ്റ പെൺകുട്ടി പോലും ആ കോളേജിൽ ഉണ്ടായിരുന്നില്ല. അതൊക്കെ ഒരു കാലം. ഒരുപാട് കേസുകളിലും ചെന്ന് മറ്റ് പിടയിൽ വന്നു. അങ്ങനെയൊക്കെയാണ് പെങ്ങളും ഏട്ടനും കൂടി രക്ഷപ്പെടുത്തി വിട്ടത്. പക്ഷേ എങ്കിലും തൻ്റെ ഉള്ളിലെ സ്ഥായിയായ ഭാവം മാറുമോ? അടുക്കള കഥക് പൂട്ടി മാഷും ടീച്ചറും കൂടി മുകളിലേക്ക് പോയി. അവരുടെ മുറിയുടെ വാതിലടയുന്ന ശബ്ദവും പ്രഭ കേട്ടു. വരദ ഫ്രഷായി വന്നപ്പോൾ മാഷ് വരദയുടെ കയ്യിലിരുന്ന തോർത്ത് വാങ്ങി നേരെ ബാത്റൂമിൽ കയറി. ഇപ്പോഴിങ്ങനെയാണ്. വരദ ഉപയോഗിക്കുന്ന തോർത്തും മാഷ് മാറ്റിയെടുക്കാറുണ്ട്. പ്രഭയെ കണ്ടത് മുതൽ മാഷിൻ്റെ മനസ്സിൽ വല്ലാത്തൊരനിഷ്ടം. അവൻ്റെ നോട്ടവും ഭാവവും എല്ലാം പണ്ട് തല്ലുകൊളുത്തരം കളിച്ച് നടന്നപ്പോൾ ഉള്ളതുപോലെ തന്നെ. ഏയ്, അതൊക്കെ അവൻ്റെ പണ്ടത്തെ സ്വഭാവമല്ലേ? ഇപ്പോൾ അവൻ അങ്ങനെയൊന്നുമല്ല. മാഷ് ഇറങ്ങുമ്പോൾ വരദ മുടി ചീവി കെട്ടിവെക്കുന്നു. മാഷ് അവളുടെ തൊട്ട് പിന്നിൽ വന്ന് നിന്ന് കണ്ണാടിയിൽ നോക്കി തലചീവി. മാഷിൻ്റെ ശരീരത്തിൽ നിന്നും വമിക്കുന്ന സോപ്പിൻ്റെ എണ്ണയുടെയും ഗന്ധം. അവൾ പെട്ടെന്ന് കണ്ണാടിയുടെ മുന്നിൽ നിന്ന് മാറി. 2 പേരും കട്ടിലിൻ്റെ ഇരുവശങ്ങളിലുമായി കിടന്നു. 2 പേരുടെയും മനസ്സിലപ്പോൾ ഒരേ കാര്യമായിരുന്നു. എത്രയൊക്കെ ഇരുവശങ്ങളിലായി കിടന്നാലും നേരം വെളുക്കുമ്പോൾ 2 പേരും ആരുടെയെങ്കിലും നെഞ്ചത്തായിരിക്കും. പിന്നെ എന്തിനാണ് ഇത്രയും അകലം പാലിക്കുന്നതെന്ന് ഇപ്പോഴും 2 പേർക്കും മനസ്സിലാവുന്നില്ല. രാത്രിയിൽ മാഷ് എപ്പോഴും ഉണരുമ്പോൾ ടീച്ചർ മാഷിൻ്റെ നെഞ്ചിൽ മുഖം ചേർത്ത് കിടക്കുന്നു. വലത് കൈ മാഷിൻ്റെ പുറത്തുകൂടി ഇട്ടിട്ടുണ്ട്. അവളുടെ നൈറ്റിയുടെ വെട്ടിയിറക്കിയ കഴുത്തിലൂടെ കണ്ടു താൻ കെട്ടിയ താലി. ഇടത് കൈയിലെ ചൂണ്ടുവിരൽ കൊണ്ട് താലി പുറത്തേക്കെടുത്തു, ചുണ്ടോട് ചേർത്തു. അതിൽ ടീച്ചറിൻ്റെ വിയർപ്പിൻ്റെ ഗന്ധം കൂടി ഉണ്ടായിരുന്നു. മാഷ് വരതയെ ചേർത്ത് പിടിച്ചു. ടീച്ചർ കുറുകിക്കൊണ്ട് മാഷിൻ്റെ നെഞ്ചിൽ ഒന്നുകൂടി പറ്റിച്ചേർന്നു. മാഷിന് അവളെ വാരിപ്പുണരാനും പാതി വിടർന്ന ചുണ്ടിൽ ചുണ്ട് ചേർക്കാനും തോന്നി. വിവേകം വികാരത്തെ നിയന്ത്രിച്ചു. പാടില്ല, തൻ്റെ ഭാര്യയാണ്. പോരാത്തതിന് ഉറക്കത്തിലും ടീച്ചർക്ക് ചിലപ്പോൾ ഇഷ്ടമായില്ലെങ്കിലോ, അതുകൊണ്ട് പാടില്ല. ടീച്ചർ വേഗം മാറ്റി കിടത്തി എഴുന്നേറ്റ് ബാത്റൂമിലേക്ക് കയറി. എന്നാൽ മാഷ് ആദ്യം ചേർത്ത് പിടിച്ചപ്പോൾ തന്നെ ടീച്ചർ ഉണർന്നിരുന്നു. ആ ചേർത്ത് പിടിക്കൽ ആസ്വദിച്ച് മാറിൽ മുഖം ചേർത്ത് കിടന്നതാണ്.
മാഷ് തൊടുമ്പോൾ ഇതുവരെ അറിയാത്ത പുതിയ സുഖങ്ങൾ. ശരീരത്തിൻ്റെ ഓരോ രോമവും ഉണർന്നു പോകുന്നു. അയാളുടെ ഒപ്പം കഴിയുമ്പോൾ ഒരിക്കൽ പോലും തനിക്ക് ഇങ്ങനെ ഒരു വികാരം തോന്നിയിട്ടില്ല. തൻ്റെ ശരീരത്തെ നോവിച്ചും മുറിപ്പെടുത്തിയും അയാൾ അനുഭവിക്കുന്ന സന്തോഷം. പക്ഷേ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി മാഷിൻ്റെ ഓരോ ചേർത്ത് പിടിക്കലും തൻ്റെ മനസ്സിനെയും ശരീരത്തെയും ഒരുപോലെ കുളിര് കോരിക്കുന്നു. വീണ്ടും വീണ്ടും ആ സ്നേഹം ആസ്വദിക്കാൻ തോന്നുന്നു. മാഷ് തൊടുമ്പോൾ ശരീരത്തിലുണ്ടാകുന്ന മാറ്റം നന്നായി അനുഭവപ്പെടുന്നുണ്ട് ടീച്ചർക്ക്. ആലോചനകൾ കാട് കയറിയപ്പോൾ ബാത്റൂമിൻ്റെ ഡോർ തുറക്കുന്നതും മാഷ് പുറത്തു വരുന്നതും വെറുതെ അറിഞ്ഞു. ഒന്നും മിണ്ടാതെ കണ്ണുമടച്ച് കിടന്നു. മാഷ് തൊട്ടരികിൽ വന്ന് കിടന്നു. ഇപ്പോൾ ആ സാമീപ്യം പോലും മനസ്സിന് സന്തോഷമാണ്. രാവിലെ ഉണരാൻ നേരം പതിവ് പോലെ ഇരുവരും കെട്ടിപ്പുണർന്ന് തന്നെയാണ് കിടന്നത്. രണ്ടുപേരും ഉണർന്നു തന്നെയാണ് കിടപ്പ്. പക്ഷേ കണ്ണ് രണ്ടും അടച്ചാണെന്ന് മാത്രം. ടീച്ചർ എഴുന്നേറ്റ് മാഷിൻ്റെ മുഖത്ത് ഏറെ നേരം നോക്കിയിരുന്നു. നെറ്റിയിൽ വീണ് കിടന്ന മുടി പതിയെ കൈകൊണ്ട് ഒതുക്കി വെച്ചു. അടഞ്ഞ കൺപീലിയിലും നീണ്ട മൂക്കിലുമൊക്കെ കണ്ണോടി നടന്നു. മാഷിൻ്റെ പ്രണയം അറിയാൻ കൊതിയായി മാഷേ, വരദ മനസ്സിൽ പറഞ്ഞു. പിന്നെ നാണത്താൽ ചുവന്നു തുടുത്ത മുഖവുമായി എഴുന്നേറ്റ് ഉടുത്തു മാറാനുള്ളതും എടുത്ത് ബാത്റൂമിൽ കയറി. ബാത്റൂമിൻ്റെ ഡോറടയുന്ന ശബ്ദം കേട്ടതും മാഷ് കണ്ണു തുറന്നു. മാഷിൻ്റെ ചുണ്ടിൻ കോണിൽ അവൾക്കായി പ്രണയത്തോടെ പുഞ്ചിരി വിടർന്നു. അപ്പോൾ താനെന്നെ സ്നേഹിക്കുന്നുണ്ടല്ലേ? അതാലോചിച്ചപ്പോൾ തന്നെ മാഷിന് സന്തോഷം തോന്നി. പിന്നെ വേഗം എഴുന്നേറ്റ് പതിവ് വ്യായാമങ്ങളുമായി പുറത്തേക്ക് ഇറങ്ങി. ടീച്ചർ വരുമ്പോൾ മാഷ് റൂമിലില്ല. ടീച്ചർ വേഗം കിച്ചണിലെത്തി ചായയ്ക്ക് വെച്ചു. മാവ് ഫ്രിഡ്ജിൽ നിന്നും എടുത്തു വെച്ച് കടല കഴുകി വാരി ചേരുവകൾ ചേർത്ത് കുക്കറിൽ വെച്ചപ്പോൾ മാഷെത്തി. ഞാനല്പം വൈകി. സാരമില്ല, ചായ ഫ്ലാസ്കിലുണ്ട്, മാഷ് എടുത്ത് കുടിക്കൂ, എന്നിട്ട് അനിയനും കൊടുത്തേക്കൂ. 7 മണി കഴിഞ്ഞപ്പോൾ അടുക്കളയിലെല്ലാമായി. പ്രഭേ, ഞങ്ങൾക്ക് നേരത്തെ സ്കൂളിലെത്തണം. നീ കൂടി വന്നാൽ ബ്രേക്ക്ഫാസ്റ്റ് ഒരുമിച്ചാവാട്ടോ. ദാ വരുന്നു ഏട്ടാ. പ്രഭ വരുമ്പോൾ മാഷും വരദയും കഴിക്കാനിരുന്നു. ഇളം പിങ്ക് നിറത്തിലുള്ള കോട്ടൺ സാരിയാണ് വേഷം. തലമുടി വിടർത്തിയിട്ടിട്ടുണ്ട്. നെറ്റിയിൽ കുഞ്ഞു പൊട്ടും. സീമന്തരേഖയിൽ സിന്ദൂരവും. മുഖത്തു നിന്നും കണ്ണെടുക്കാൻ തോന്നിയില്ല പ്രഭയ്ക്ക്. പ്രഭയുടെ നോട്ടം മാഷ് കണ്ടു. നീ ഇത് എന്തു നോക്കി നിൽക്കുവാ പ്രഭേ? എടുത്ത് കഴിക്കാൻ നോക്ക്. മാഷിൻ്റെ ശബ്ദത്തിലെ വെറുപ്പ് പ്രഭ തിരിച്ചറിഞ്ഞു. അവൻ വേഗത്തിൽ വിളമ്പിവെച്ച ഭക്ഷണം എടുത്ത് കഴിച്ചു. മാഷ് അടുക്കള ഒതുക്കാൻ ടീച്ചറിനെ സഹായിച്ചു. ബാഗിനുള്ളിൽ ചോറും എടുത്ത് വെച്ചപ്പോഴാണ് മെഷീനിലിട്ടിരിക്കുന്ന തുണിയെക്കുറിച്ച് ഓർത്തത്. മാഷേ, 1 മിനിറ്റ്, ഇപ്പോൾ വരാം. എന്താ ടീച്ചർ, എന്തെങ്കിലും മറന്നോ? ടീച്ചർ വേഗം അകത്തേക്കോടി മെഷീനിലിട്ടിരുന്ന തുണികളെടുത്ത് പിന്നാമ്പുറത്തെ അയയിൽ വിരിച്ചു. എന്നിട്ട് പെട്ടെന്ന് തിരികെ വന്നു. ടീച്ചറിൻ്റെ കാട്ടിക്കൂട്ടലുകൾ കണ്ടപ്പോൾ മാഷിന് ചിരി വന്നു. കഴിഞ്ഞോ മാരത്തോണോട്ടം? പോ മാഷെ, കളിയാക്കാതെ. സുഖുവിൻ്റെ ഓട്ടോ വിളിച്ച് മാഷും ടീച്ചറും ഉമ്മറത്ത് കാത്തു നിന്നു. എന്താ പോയില്ലേ രണ്ടാളും? ചോദിച്ചുകൊണ്ട് പ്രഭ മുറ്റത്തേക്ക് ഇറങ്ങി വന്നു. ഇല്ല, സുഖുവിൻ്റെ ഓട്ടോ കാത്തു നിൽക്കുകയാണ്. അതെന്താ ഏട്ടാ, ഇപ്പോൾ ബൈക്കെടുക്കില്ലേ? പ്രഭ ചോദിച്ചു. ഇല്ല, ഇടയ്ക്കൊന്ന് സ്കിഡായി. അതിൽ പിന്നെ എന്തോ ഒരു ബുദ്ധിമുട്ട്. ഉച്ചത്തേക്കുള്ളത് കഴിക്കാനെടുത്ത് ഡൈനിങ് ടേബിളിൽ വെച്ചിട്ടുണ്ട്. പ്രഭയെ നോക്കിക്കൊണ്ട് വരദ അത്രമാത്രം പറഞ്ഞു. അവർ ഓട്ടോയിൽ കയറിപ്പോയതും പ്രഭ വീടും പരിസരവും ചുറ്റിക്കറങ്ങി. ഉച്ചയായപ്പോൾ ഭക്ഷണം എടുത്ത് കഴിച്ചു. പിന്നെയും ഉച്ചയുറക്കം. വൈകുന്നേരം അവർ വന്നതിന് ശേഷമാണ് ഉണർന്നത്. അതും മാഷ് ചായയും കൊണ്ട് ചെന്ന് വിളിക്കുമ്പോൾ. പകൽ മുഴുവൻ ഇവിടെ തനിയെ ഇരുന്ന് ബോറടിച്ചെങ്കിൽ നിനക്ക് പെങ്ങളുടെ വീട്ടിലേക്ക് പോകാൻ പാടില്ലായിരുന്നോ? മാഷ് ചോദിക്കുമ്പോൾ അങ്ങനെ പ്രത്യേകിച്ച് ബോറടിയൊന്നുമില്ലായിരുന്നു. ഞാനിവിടെ പറമ്പൊക്കെ ഒന്ന് ചുറ്റി നടന്ന് കണ്ടു. അതിനുശേഷം ഭക്ഷണം കഴിച്ചിട്ട് ഉറങ്ങിപ്പോയി. കുറേ നാളിന് ശേഷമാണ് ഇങ്ങനെയൊരു ഉറക്കം. പ്രഭ മറ്റെങ്ങോ നോക്കി അലസമായി മാഷിനോട് പറഞ്ഞു. ടീച്ചർ ഫ്രഷായി വിളക്ക് വെച്ച് നാമം ചൊല്ലി. അത് കഴിഞ്ഞ് അമ്മയെ വിളിക്കും. കുറച്ചു നേരം വിശേഷങ്ങൾ പങ്കുവയ്ക്കും. അത് പതിവാണ്. സംസാരിച്ചിരുന്ന സമയം പോയതറിഞ്ഞില്ല. രാവിലെ മെഷീനിൽ നിന്നും ഉണക്കാനിട്ട തുണികൾ പറക്കുന്നതിന് വേണ്ടി വേഗം പിന്നാമ്പുറത്തേക്ക് ഇറങ്ങി. പിന്നാമ്പുറത്ത് ലൈറ്റുള്ളത് കൊണ്ട് അല്പം ഇരുട്ടിയാലും കുഴപ്പമില്ല. ഡ്രസ്സുകളെല്ലാം ഉണക്കിയെടുത്തു. കുറച്ചു നേരം കൂടി നിലത്ത് തുണികൾ എന്തെങ്കിലും കിടക്കുന്നുവെന്ന് ശ്രദ്ധാപൂർവം നോക്കി. ഇല്ല. ചുറ്റും പരിസരത്തൊന്നും തുണികൾ പറന്നു പോയതിൻ്റെ ലക്ഷണം കാണാനില്ല. ഒടുവിൽ തിരച്ചിൽ മതിയാക്കി ടീച്ചർ അകത്ത് കയറി തുണികളെല്ലാം ഷെൽഫിൽ കൊണ്ടുവച്ചു. രാത്രിയിൽ കഴിക്കാനിരിക്കുമ്പോൾ, നാളെ പകല് ഞങ്ങൾ പോയി കഴിയുമ്പോൾ നീയൊരു കാര്യം ചെയ്യ്. വിനയനെയും വർഷയും ഒക്കെ ഒന്ന് പോയി കാണൂ. വർഷയുടെ ഭർത്താവ് ശരത്ത് ആണെങ്കിൽ ബൈക്കിൽ നിന്നും വീണ് ആക്സിഡൻ്റ് ആയിരിക്കുകയാണ്. മാഷ് പറയുമ്പോൾ ഞാനും അങ്ങനെ വിചാരിച്ചിരിക്കുകയായിരുന്നു. ഇന്നൊരു ദിവസം എന്തായാലും എല്ലാവരെയും ഒന്ന് കാണാൻ ഇറങ്ങണമെന്ന്. രാത്രിയിൽ ടീച്ചർ ഓരോന്ന് ആലോചിച്ചുകൊണ്ട് കിടന്നു. എന്നാലും ഇതെവിടെ പോയി? ടീച്ചറുടെ ആലോചനകൾ കൂടിയപ്പോൾ മാഷ് പതിയെ തട്ടി വിളിച്ചു. എന്താ ടീച്ചറെ, എന്താ കാര്യം? ഭയങ്കര വലിയ ആലോചനയിലാണെന്ന് തോന്നുന്നു. ഒന്നുമില്ല മാഷേ. എന്നാൽ പിന്നെ ഉറങ്ങാൻ നോക്ക്. ഇപ്പോൾ തന്നെ നേരെ ഒരുപാടായി. നാളെ ടെസ്റ്റ് പേപ്പർ തുടങ്ങുകയല്ലേ?
പതിവ് പോലെ രണ്ട് ദിക്കിൽ കിടന്നവർ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ആരുടെയെങ്കിലും നെഞ്ചിൽ. ഇത്തവണ ടീച്ചറായിരുന്നു മാഷിൻ്റെ നെഞ്ചിൽ കിടന്നത്. രാവിലെ ടീച്ചർ ധൃതിയിൽ എഴുന്നേറ്റ് മാറാൻ നോക്കുമ്പോൾ മാഷ് കുറച്ചുകൂടി ചേർത്ത് പിടിച്ചു. എവിടേക്കായി പായണേ, ഈ ഒളിച്ചുകളി ഇനി പറ്റില്ല. എന്നും രാത്രിയിൽ രണ്ട് ദിക്കിൽ കിടന്നുറങ്ങുന്ന നമ്മൾ നേരം വെളുക്കുമ്പോൾ ഇതുപോലെ. ഞാൻ ചിലപ്പോൾ തൻ്റെ കയ്യിലോ മറ്റോ ആയിരിക്കും. ഇനിയും വേണോ ടീച്ചറെ നമുക്കിടയിൽ ഈ ഒളിച്ചുകളി? നമുക്ക് സ്നേഹിക്കണ്ടേ? ബാക്കിയുള്ള ജീവിതകാലം നമുക്ക് സ്നേഹിച്ച് ജീവിക്കാമടോ. മാഷിൻ്റെ പറച്ചിൽ കേട്ടപ്പോൾ വരദയുടെ കണ്ണ് നിറഞ്ഞു. മാഷ് പെട്ടെന്ന് ടീച്ചറിൻ്റെ മേലുള്ള പിടി അയച്ചു. ടീച്ചറിന് എന്നെ ഉൾക്കൊള്ളാൻ കഴിയില്ലെങ്കിൽ വേണ്ട കേട്ടോ, ഞാൻ പറഞ്ഞുവെന്നേ ഉള്ളൂ. മാഷിന് കരുതി. വരദ വേഗം മാഷിൻ്റെ വായ പൊത്തിപ്പിടിച്ചു. ഒരു ഭാര്യ ഭർത്താവിൽ നിന്നും ആഗ്രഹിക്കുന്ന സ്നേഹവും പരിഗണനയും അതാണ് മാഷിപ്പോൾ എനിക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ എനിക്ക് പുതിയതാണ് മാഷേ. ഇങ്ങനെ സ്നേഹിക്കപ്പെടാനാണ് ഏതൊരു സ്ത്രീയും ആഗ്രഹിക്കുന്നത്. പക്ഷേ എനിക്കതെല്ലാം മാഷിൽ നിന്നാണ് കിട്ടിയതെന്ന് മാത്രം. എൻ്റെ ആദ്യകാല ജീവിതം അത്രമാത്രം പീഡനം നിറഞ്ഞതായിരുന്നു. അയാൾ എന്നിൽ ഏൽപ്പിക്കുന്ന ഓരോ മുറിവുകളും അത്രയേറെ തീവ്രതയുള്ളതായിരുന്നു. ഇപ്പോഴാണ് ഞാൻ ശരിക്കും ജീവിച്ചു തുടങ്ങിയത്. കേവലം ശരീരം കൊണ്ട് മാത്രമല്ല, മനസ്സുകൊണ്ടും പ്രണയിക്കാമെന്ന് മാഷ് എന്നെ പഠിപ്പിച്ചു. മാഷ് ഒന്നുകൂടി ചേർത്ത് പിടിച്ചു വരദയെ. ഈ ചേർത്ത് പിടിക്കലിൽ പോലും പ്രണയമുണ്ട് അല്ലേ മാഷേ? അവൾ അനുഭവിച്ച വേദനകളെക്കുറിച്ച് ഓർത്തപ്പോൾ ഒരു വേള മാഷിൻ്റെ കണ്ണുകളും നിറഞ്ഞുപോയി. എത്ര നേരം പരസ്പരം ചേർത്ത് പിടിച്ചു കിടന്നു എന്ന് ഇരുവർക്കും അറിയില്ല. മാഷിൻ്റെ മാറിൽ ഒരു പൂച്ചക്കുഞ്ഞിനെ പോലെ പതുങ്ങി ടീച്ചർ. സൂര്യപ്രകാശം കണ്ണു തുളച്ചപ്പോഴാണ് രണ്ടുപേരും ഉണർന്നത്. ടീച്ചർക്ക് മാഷിനെ നോക്കാൻ ജാള്യത തോന്നി. അതു മാഷിന് മനസ്സിലായി. ഇങ്ങനെ ചുവന്നു തുടുത്ത് നിൽക്കാതെ പോയി വേഗം ഫ്രഷായി വരൂ. ഉടുത്തുമാറാനുള്ള ഡ്രസ്സുമായി ടീച്ചർ ബാത്റൂമിലേക്ക് കയറിയപ്പോൾ മാഷ് റൂമിന് പുറത്തേക്ക് ഇറങ്ങി. കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകൾക്കുള്ളിൽ ടീച്ചർ മാഷിൻ്റെ മാറിൽ പറ്റി ചേർന്ന് കിടന്നതിനെക്കുറിച്ചൊക്കെ ആലോചിച്ചപ്പോൾ മാഷിന് വല്ലാത്ത സന്തോഷം തോന്നി. ഇനിയൊരു വിവാഹത്തെക്കുറിച്ച് പോലും ചിന്തിക്കാതിരുന്നിടത്ത് നിന്നാണ് പെങ്ങളുടെ നിർബന്ധത്തിന് വഴങ്ങി വിവാഹം കഴിച്ചത്. ടീച്ചറിന് എപ്പോഴെങ്കിലും തന്നെ ഉൾക്കൊള്ളാൻ കഴിയുമോ എന്നതായിരുന്നു അടുത്ത ചിന്ത. ഇപ്പോൾ തങ്ങൾ പരസ്പരം സ്നേഹിച്ചു തുടങ്ങിയിരിക്കുന്നു. ബാലൻ മാസ്റ്റർക്ക് ടീച്ചറും ടീച്ചറിന് ബാലൻ മാസ്റ്ററും. ആ ഓർമ്മ തന്നെ മനസ്സിനും ശരീരത്തിനും വല്ലാത്ത ഉണർവ് നൽകി. ടീച്ചർ ഫ്രഷായി ഇറങ്ങിയതും മാഷ് വേഗം കുളിച്ച് ഫ്രഷായി വന്നു. രണ്ടുപേരും കൂടി ഒരുമിച്ചാണ് താഴേക്ക് പോയത്. അന്ന് പതിവിലും സന്തോഷമായിരുന്നു ഇരുവരുടെയും മുഖത്ത്. അതുവരെ പറയാതെ വെച്ചിരുന്ന പ്രണയം ഇരുവരും മനസ്സിലാക്കിയിരിക്കുന്നു. അതുതന്നെയായിരുന്നു ആ സന്തോഷത്തിനുള്ള കാരണവും. പതിവ് പോലെ പണികളെല്ലാം ഒതുക്കി മാഷും വരദയും പോകാനിറങ്ങി. വരദയെ നോക്കുന്ന പ്രഭയുടെ കണ്ണുകളിലെ ഭാവം അത് മാഷിനെ ചോടിപ്പിച്ചു. സുഖുവിൻ്റെ ഓട്ടോയിൽ കയറി രണ്ടുപേരും. ഓട്ടോ ഗേറ്റ് കടന്നതും പ്രഭ മാഷിൻ്റെ റൂമിലെത്തി. റൂമിനുള്ളിൽ നിറഞ്ഞു നിന്നത് വരദയുടെ ഗന്ധമായിരുന്നു. അവളുടെ സാരിയും മറ്റും ഇട്ടിരുന്ന പാകത്തേക്ക് പ്രഭ നീങ്ങി. അവളുടെ ഡ്രസ്സിൽ മുഖം അമർത്തി. ആ ഗന്ധം ആഞ്ഞു ശ്വസിച്ചു. ബെഡിൽ കയറി കിടന്നുകൊണ്ട് വരദയെക്കുറിച്ച് ഓർത്തു നിർവൃതി അടഞ്ഞു പ്രഭ. തൻ്റെ ഉയർന്നു വരുന്ന മുൻഭാഗം കൈകൾ കൊണ്ട് തഴുകി അല്പനേരത്തെ സുഖം. വാഷ്റൂമിൽ പോയി വന്ന് പെട്ടെന്ന് റൂം വിട്ടിറങ്ങി. സ്വന്തം റൂമിൽ ചെന്ന് ബാഗ് തുറന്ന് പ്രഭയുടെ ഇന്നർ എടുത്ത് ബെഡിലിട്ടു. അതിൽ മുഖം ചേർത്ത് വെച്ചു. ആദ്യത്തെ അവർ ടെസ്റ്റ് പേപ്പറായിരുന്നു. കുട്ടികൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ നൽകി ടീച്ചർ ചെയറിലിരുന്നു. മനസ്സാകെ അസ്വസ്ഥമാകുന്നു. മാഷിനോട് പറയണോ വേണ്ടയോ എന്ന വടംവലി മനസ്സിൽ നടന്നു. ടീച്ചർ എഴുതി കഴിഞ്ഞു. കുട്ടികൾ ആരോ വിളിച്ചു പറഞ്ഞപ്പോൾ വരദ എഴുന്നേറ്റു. എല്ലാ പേരിൽ നിന്നും ആൻസർ ഷീറ്റ് കളക്ട് ചെയ്ത് സ്റ്റാഫ് റൂമിലെത്തി. ടീച്ചറിൻ്റെ മുഖത്തെ വാട്ടം മാഷ് ശ്രദ്ധിച്ചു. എന്താ ടീച്ചർ, എന്തു പറ്റി? വല്ലാത്ത തലവേദന, വരദ പറഞ്ഞൊഴിഞ്ഞു. ടീച്ചർ വരൂ, നമുക്കൊരു ചായ കുടിച്ചിട്ട് വരാം, ആശ്വാസം കിട്ടും. മാഷ് നിർബന്ധിച്ചപ്പോൾ ടീച്ചറിന് മറുപടി പറയാൻ തിരിക്കാൻ കഴിഞ്ഞില്ല. രണ്ടുപേരും കൂടി പുറത്തേക്ക് ഇറങ്ങി. എന്താ പെട്ടെന്ന് തലവേദനിക്കാൻ? എന്തെങ്കിലും സങ്കടമുണ്ടോ തനിക്ക്? ഞാനൊരു കാര്യം പറഞ്ഞാൽ മാഷിനെ തെറ്റിദ്ധരിക്കുമോ? മുഖവുരിയോടുകൂടിയുള്ള ടീച്ചറിൻ്റെ ചോദ്യം മാഷിനെ ആലോചനയിലാഴ്ത്തി. ഇത്രയും നാളായിട്ട് ടീച്ചർക്ക് എന്നെ മനസ്സിലായില്ലേ? എന്താണെന്ന് വെച്ചാൽ തുറന്നു പറയൂ. മാഷ് അത്രയും പറഞ്ഞതും ടീച്ചർ ആലോചനയോടുകൂടിയിരുന്നു. ഒന്നുമില്ല മാഷേ, ഞാൻ വെറുതെ. അപ്പോഴേക്കും സ്കൂളിൽ ബെല്ലടിച്ചിരുന്നു. ചായയുടെ കാശും കൊടുത്ത് രണ്ടുപേരും സ്കൂൾ ഗേറ്റ് കടന്ന് അകത്ത് കയറി. വൈകുന്നേരം സ്കൂൾ വിട്ടിറങ്ങാൻ നേരം മാഷ് ടീച്ചറിനോട് അധികമൊന്നും സംസാരിക്കാത്തത് ടീച്ചർ ശ്രദ്ധിച്ചു.
താൻ എന്താണ് കാര്യമെന്ന് പറയാത്തതിൻ്റെ പിണക്കമാണ് മാഷിനെന്ന് ടീച്ചർക്ക് മനസ്സിലായി. മാഷും ടീച്ചറും കൂടി ഗേറ്റ് കടന്ന് അകത്തേക്ക് കയറുമ്പോൾ കണ്ടു സുഭദ്രയെ. ആഹാ, പെങ്ങളിത് എപ്പോൾ വന്നു? ടീച്ചറെ കണ്ട പാടെ മാഷ് ചോദിച്ചു. ഞാൻ വന്നിട്ട് അരമണിക്കൂറായി. ചായ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. രണ്ടുപേരും കൈകാൽ കഴുകി വന്നാൽ എടുത്തു തരാം. മാഷും ടീച്ചറും അകത്തേക്ക് കയറി പോകുന്നത് പ്രഭയും സുഭദ്രയും ഒന്നുപോലെ നോക്കിയിരുന്നു. എന്നാലും എൻ്റെ പെങ്ങളെ, ഈ നല്ലൊരു കൊച്ചിനെ ഏട്ടന് കെട്ടിക്കൊടുത്ത് അതിൻ്റെ ശാപം കൂടി വാങ്ങിക്കേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? വരതയെ നോക്കിക്കൊണ്ട് പ്രഭ പെങ്ങളോട് ചോദിച്ചു. നീ എന്താ അങ്ങനെ പറഞ്ഞത്? അവർ രണ്ടുപേരും കൂടി നല്ല സ്നേഹത്തിലാണല്ലോ കഴിയുന്നത്. അതൊക്കെ പുറമേ നിന്ന് നോക്കുന്ന നമ്മളെ കാണിക്കാനുള്ള അടവുകളാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ആ ടീച്ചറിൻ്റെ മുഖം കണ്ടാൽ അറിയാം എന്തോ നല്ല വിഷമമുണ്ടെന്ന്. പെങ്ങളുടെ മനസ്സിലെ വിഷം കുത്തിവെക്കുന്നതിനായി പ്രഭ പറഞ്ഞുകൊണ്ടിരുന്നു. അതെന്താ നിനക്ക് അങ്ങനെ തോന്നിയത്? അതൊന്നും പെങ്ങളോട് പറഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലാവണമെന്നില്ല. നീ എന്തായാലും മലയാളത്തിലല്ലേ പറയുന്നത്. ആ ഭാഷ എനിക്ക് നല്ല വണ്ണം വശമുണ്ട്. അത് പിന്നെ പെങ്ങളെ, ആ ടീച്ചർ ചെറുപ്പമാണ്. ഈ വിവാഹബന്ധം എന്നൊക്കെ പറയുന്നത് രണ്ടുപേരുടെയും മനസ്സ് ശരീരവും ഒരുപോലെ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും വേണം. ബാലേട്ടനെ കൊണ്ട് ഇപ്പോൾ അതിനൊന്നും പറ്റില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പ്രഭേ, നീ എന്തൊക്കെയാണ് ഈ പറഞ്ഞു പോകുന്നതെന്നറിയാമോ? ബാലനൊരു പാവമാണെന്ന് കരുതി എല്ലാവർക്കും അവനായിട്ട് പന്ത് തട്ടാമെന്നുള്ള വിചാരം വേണ്ട. അപ്പോഴേക്കും ടീച്ചറും ബാലനും പുറത്തേക്ക് ഇറങ്ങി വന്നു. സുഭദ്ര അപ്പോഴാണ് ടീച്ചറിൻ്റെ മുഖം ശ്രദ്ധിക്കുന്നത്. പ്രഭ പറഞ്ഞതുപോലെ ടീച്ചറിൻ്റെ മുഖത്ത് വല്ലാത്തൊരു വിഷമമുണ്ട്. അതിനി ഇവൻ പറഞ്ഞതുപോലെ തന്നെ ആയിരിക്കുമോ? എന്നാൽ പ്രഭ സുഭദ്രയെ നോക്കി കളിയാക്കി ചിരിച്ചു. ഇപ്പോൾ എങ്ങനെയിരിക്കുന്നു ഞാൻ പറഞ്ഞത് എന്ന അർത്ഥത്തിൽ. എന്താ ബാല, വരദയുടെ മുഖം വല്ലാതിരിക്കുന്നത്? നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പെങ്ങൾ ബാലനോട് ചോദിച്ചു. ഇന്ന് നേരം വെളുത്തത് മുതൽ ഞാനും ടീച്ചറോട് ഇതാണ് ചോദിക്കുന്നത്, എന്താ മുഖം ഇങ്ങനെ ഇരിക്കുന്നതെന്ന്. മാഷിനോടുള്ള പരിഭവം ശബ്ദത്തിൽ നിറച്ചുകൊണ്ട് ബാലൻ പറഞ്ഞു. അതിന് ഇയാൾ ഒരു മറുപടിയും പറഞ്ഞില്ല. അതുകൊണ്ടാണ് ഞാൻ പെങ്ങളോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്. പെങ്ങൾ തന്നെ ചോദിക്ക് ഇയാളുടെ സങ്കടം എന്താണെന്ന്. വരദയെയും കൂട്ടി സുഭദ്ര അകത്തേക്ക് പോയി. എന്താ കുട്ടി, എന്തെങ്കിലും സങ്കടം ഉണ്ടെങ്കിൽ അത് ബാലനോട് പറയാൻ പാടില്ലേ? ഇങ്ങനെ മനസ്സിലിട്ടൊരുക്കേണ്ട ആവശ്യം എന്തെങ്കിലും ഉണ്ടോ? നിങ്ങൾ തമ്മിൽ നല്ല ബന്ധത്തിൽ തന്നെയല്ലേ മോളെ? സുഭദ്രയ്ക്ക് വല്ലാത്ത വിഷമം തോന്നി. അതൊന്നുമല്ല, ടീച്ചർ അവരുടെ മനസ്സിലുള്ള കാര്യം സുഭദ്രയെ അറിയിച്ചു. ഈശ്വര, സുഭദ്ര നെഞ്ചത്ത് കൈവച്ചു. വേഗം വരദയെയും കൂട്ടി ഉമ്മറത്തേക്ക് വന്നു. സുഭദ്ര പ്രഭയുടെ കയ്യിൽ പിടിച്ചു. ബാലനും ടീച്ചറും മുഖത്തോട് മുഖം നോക്കി. സുഭദ്ര പ്രഭയെയും കൊണ്ട് നേരെ അവൻ്റെ മുറിയിലേക്ക് നടന്നു. പിന്നാലെ തന്നെ ടീച്ചറും മാഷും. എല്ലാവരും കൂടി പ്രഭയുടെ റൂമിലേക്ക് കയറുമ്പോൾ അയാൾക്ക് അവിടെ നിന്ന് എവിടേക്കെങ്കിലും ഇറങ്ങി ഓടിയാൽ മതിയെന്നായി. വന്ന ഉടനെ തന്നെ സുഭദ്ര പ്രഭയുടെ പെട്ടി കട്ടിലിനടിയിൽ നിന്നും വലിച്ചെടുത്തു. പ്രഭ നിന്ന് വിയർക്കാൻ തുടങ്ങി. പെട്ടി തുറന്ന് അതിൽ നിന്നും 2 ജോഡി ലേഡീസ് ഇന്നർ പുറത്തേക്കെടുത്തു. വരദയ്ക്ക് തൊലി പൊളിയുന്നത് പോലെ തോന്നി. ഛേ, ഇത്രയും ചീപ്പായിരുന്നു ഇയാൾ. മാഷിൻ്റെ മുഖം ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകി. ഇന്നലെ തന്നെ ഞാനിത് കണ്ടുപിടിച്ചതാണ്. പക്ഷെ ഞാൻ നിന്നോട് നേരിട്ട് വന്ന് ചോദിച്ച് ഇതെല്ലാം നിന്നിൽ നിന്നും കണ്ടെടുക്കുമ്പോൾ പുറത്ത് നീ പറയുന്ന കഥ മറ്റു പലതുമായിരിക്കും. ഇന്നലെ മുതൽ ടീച്ചർ അനുഭവിക്കുന്ന മാനസിക സംഘർഷം ഞാൻ മനസ്സിലാക്കിയതാണ്. ഉണങ്ങാൻ ഇട്ടിരിക്കുന്ന തുണി പെറുക്കി വരുമ്പോൾ അതിനുള്ളിൽ കാണാതായ ഇന്നറുകൾ അത് നീ എടുത്തെന്ന് ഞാൻ വിചാരിക്കാൻ തന്നെ കാരണം നീ പറഞ്ഞ ഒരു വാക്കാണ്. പറമ്പിലൊക്കെ ചുറ്റിക്കറങ്ങി നടന്നു എന്ന്. ടീച്ചർ അത് പിൻവശത്തെ അയയിൽ ഉണങ്ങാൻ വിരിച്ചിരിക്കുന്നത് ഞാൻ കണ്ടതാണ്. അതവിടെ കിടക്കുന്നതും ഞാൻ കണ്ടു. ഇവിടെ കയറി ഇതെടുക്കാൻ മറ്റൊരു കള്ളനും വരില്ല. ടീച്ചറിനോട് പലതവണ ചോദിച്ചിട്ടും ടീച്ചർ കാര്യം എന്നോട് പറഞ്ഞില്ല. അതെന്താണെന്ന് വെച്ചാൽ ഞാനും നീയും തമ്മിലുള്ള സഹോദരബന്ധം, ടീച്ചർ കാരണം നമ്മൾ തമ്മിൽ ഒരു വഴക്കുണ്ടാകരുതെന്ന് ആ പാവം ആഗ്രഹിച്ചു. ഞാനിന്ന് ഉച്ചയോടെ പെങ്ങളോട് വിളിച്ച കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. സുഭദ്ര പ്രഭയുടെ ഷർട്ടിന് കുത്തിപ്പിടിച്ച് കഥകൾ ചേർത്ത് നിർത്തി അവൻ്റെ കരണത്തും മാറി മാറി അടിച്ചു. ഥു, ഇത്രയും അതപ്പതിച്ചു പോയോടാ നീ. നിന്റെ ഈ സ്വഭാവം കൊണ്ടല്ലേ നിന്നെ ഇവിടെ നിന്ന് നാട് കടത്തിയത്. എന്നിട്ട് ഇപ്പോഴും നീ ഇതൊക്കെ തന്നെ വച്ച് നടത്തുകയാണല്ലേ. നിന്നെ വിശ്വസിച്ച് എങ്ങനെയാടാ നിന്റെ ഭാര്യയും മോളെയും ആ വീട്ടിൽ താമസിപ്പിച്ചിരിക്കുന്നത്? ഛേ, ഈ നിമിഷം നീ ഇവിടെ നിന്ന് ഇറങ്ങിക്കൊള്ളണം. ഞാൻ മരിച്ചെന്ന് കേട്ടാൽ പോലും നീ ഇനി എന്നെ കാണാൻ വരരുത്. പ്രഭയ്ക്ക് നിന്നിടത്തുനിന്ന് വീണ് മരിച്ചുപോയെങ്കിലെന്ന് തോന്നിപ്പോയി. ഞാൻ പൊക്കോളാം പെങ്ങളെ, പക്ഷെ ഒരിക്കലും ഇതാരും അറിയരുത്. തുടരും രുദ്രപ്രിയ. എന്നെ വായിക്കുകയും കേൾക്കുകയും ചെയ്യുന്നവർ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യണേ കൂട്ടുകാരെ. ദി വേൾഡ് ഓഫ് രുദ്രപ്രിയ ചാനൽ കൂടി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.